നമുക്കിന്ന് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കറിയാം, ഇന്ന് ലോകത്തെ എല്ലാ സ്ഥലത്തും ഉള്ളൊരു കേക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. ഇന്ന് ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാലും നമുക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും ഔട്ടായി പോകാത്തൊരു കേക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. അതിന് നമ്മൾ എടുക്കുന്നത് കുറച്ച് ഷുഗർ സിറപ്പ് എടുക്കുന്നു. ആ ഷുഗർ സിറപ്പിലേക്ക് കുറച്ച് സ്ട്രോബെറി ക്രഷ്, ഞാൻ എടുത്തിരിക്കുന്നത് മാലാസിൻ്റെ സ്ട്രോബെറി ക്രഷാണ്. വളരെ ചെറിയ അളവിൽ മാത്രമേ സ്ട്രോബെറി ക്രഷ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ സ്ട്രോബെറി ക്രഷ് നമ്മൾ സിറപ്പിൽ കൊടുക്കുമ്പോൾ അത് കൂടിപ്പോവാതെ നോക്കണം. കാരണം അത് നമ്മൾ കൂടിപ്പോയി കഴിഞ്ഞാൽ കേക്കിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടില്ല. വളരെ ചെറിയ അളവിൽ മാത്രം അത് കൊടുക്കുക. ഈ സ്ട്രോബെറി ക്രഷ് കൊടുക്കുകയാണെങ്കിൽ കേക്കിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത ശേഷം നന്നായിട്ട് ഈ ക്രീം എന്ന് പറയുന്നത് ഓവർ ബീറ്റ് ചെയ്യരുത്. ഓവർ ബീറ്റ് ചെയ്ത് വല്ലാതെ ടൈറ്റായി പോയി കഴിഞ്ഞാൽ കേക്കിൻ്റെ മുകളിൽ വിണ്ട് കീറുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ സാധാരണ കാണാറുണ്ട്. അങ്ങനെയൊന്നും ആയത് കൃത്യമായ അളവിൽ ബീറ്റ് ചെയ്തെടുത്ത ശേഷം അതിൽ നമ്മൾ ഈ ഡാർക്ക് ചിപ്സും കൊടുക്കുന്നു. പിന്നെ ക്രഷ് ചെയ്ത ചെറിയും നമ്മൾ അതിലേക്ക് കൊടുത്ത് ഒന്നുകൂടെ ടേസ്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ ഒരു സ്ട്രോബെറിയുടെ ക്രഷും ഈ മിൽക്ക് മെയ്ഡും ചെറിയും ചോക്കോ ചിപ്സും എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് നല്ലൊരു ഫീല് കിട്ടും. അപ്പോൾ അതിന് ശേഷം ഈ കേക്ക് നന്നായി ഒന്ന് സൈഡൊക്കെ കട്ട് ചെയ്ത ശേഷം ക്രീം അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ തുടക്കക്കാർക്കൊക്കെ നമ്മൾ ഷുഗർ സിറപ്പ് എന്ന് പറയുമ്പോൾ അവർക്ക് അറിയില്ല എങ്ങനെയാണ് കുറേ ഷുഗർ എടുത്ത് അതിൽ വെള്ളം ഒഴിച്ചൊക്കെ ചെയ്യുന്നത്. അങ്ങനെയല്ല, ഒരു 1:2 എന്നുള്ള ലെവലിൽ കൊടുക്കണം. ഒരു കപ്പ് ഷുഗർ എടുക്കുകയാണെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരു ചെറിയ ലെമൺ പീസും ഒരു ചെറിയ പീസ് സിനമൺ പട്ടയുടെ പീസും ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും സിറപ്പിന്. അപ്പോൾ ഇതുപോലെ ക്രീം കൊടുത്ത ശേഷം അതിനകത്തേക്ക് ഞാൻ മോഡയുടെ ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് എടുത്തിരിക്കുന്നത്. അത് ഗ്രേറ്റ് ചെയ്ത് ഒരു ഫിൽറ്ററോ എന്ന് വെച്ച് ഗ്രേറ്റ് ചെയ്ത ശേഷം സൈഡിൽ നന്നായിട്ട് കവർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കേക്ക് ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് ഞാൻ ആദ്യമായി ഉണ്ടാക്കി പഠിച്ച ഒരു കേക്കാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ ആദ്യം ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ പുറകെ നല്ല നല്ല കേക്കുകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല നല്ല കേക്കുകൾ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.